എല്ലാ മാന്യ പ്രേക്ഷകർക്കും പത്മരാഗം മ്യൂസിക്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രേക്ഷകരുടെ നിറഞ്ഞ സപ്പോർട്ടും സ്നേഹവുമാണ് പത്മരാഗം മ്യൂസിക്സിൻ്റെ ഓരോ എപ്പിസോഡിൻ്റെയും വിജയം. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന പുതിയ അതിഥി മാലിനി രമേശ്. ആങ്ങളമാരൊക്കെ കൂടിയാന്ന് തോന്നുന്നു കൂവി അന്നത്തേതോടുകൂടി പാട്ട് നിർത്തി ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി. ശ്രീമതി മാലിനി രമേശിനെ പത്മരാഗം മ്യൂസിക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാലിനി രമേശ്. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, എങ്കിലും കുറച്ച് പാട്ടുകളും കവിതകളും വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ പൂന്തോപ്പിലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പൂന്തോപ്പിലാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. പിന്നെ 3 സഹോദരങ്ങളുണ്ട്, അവരൊക്കെ അടുത്തടുത്ത് താമസിക്കുന്നു. പൂന്തോപ്പിനെ കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ പൂന്തോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ചാണ്. ഒക്ടോബറിലാണ് തിരുനാൾ വരുന്നത്. എല്ലാ മതത്തിലുള്ള ആൾക്കാരും ആ പെരുന്നാളിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു പള്ളിയാണ് ആലപ്പുഴ പൂന്തോപ്പ് പള്ളി. എൻ്റെ സ്വന്തം വീട് കരുമാടിയാണ്. മാലിനി എന്നാണ് വിളിക്കുന്നത്. വീട് എവിടെയാ? വീട് കരുമാടി, അമ്പലപ്പുഴയ്ക്കും തകഴിക്കും ഇടയ്ക്കായി. കരുമാടിക്കുട്ടൻ കേട്ടിട്ടുണ്ട്. കരുമാടിക്കുട്ടന്റെ നാടാണ് എന്റെ നാട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിന് കിഴക്കാണ് ഈ കരുമാടി എന്ന് പറഞ്ഞ സ്ഥലം. അതെ അതെ, നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതെ അതെ. എന്റെ കുട്ടിക്കാലത്തൊക്കെ കാണാൻ അതിമനോഹരമായിരുന്നു. വയലുകള്, കാവ്, കുളം. ഞാൻ എന്റെ കവിതയിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. കാവും കുളങ്ങളും ക്ഷേത്രങ്ങൾ ഒരുപാട്. കരുമാടിക്കുട്ടൻ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമായിരുന്നു. ഇപ്പൊ അത് ഇച്ചിരി ഇതായിട്ടുണ്ട്. ഇപ്പൊ കൃഷിയൊന്നും ആരും അങ്ങനെ അധികം ചെയ്യുന്നില്ല. കുട്ടിക്കാലമൊക്കെ അവിടെയായിരുന്നു. ഗ്രാമഭംഗി, ഭയങ്കര ഒരു ഗ്രാമഭംഗിയാണത്. നിറയെ വയലുകളും പുഴകളും തെങ്ങോലകളും ഒക്കെ നിറഞ്ഞ, പച്ചപ്പ് നിറഞ്ഞ ഒരു നല്ല ഗ്രാമാന്തരീക്ഷം. ആ നിർമ്മലതയിൽ ജനിച്ചു വളർന്ന മാലിനി രമേശിന് നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കാണും. കുട്ടിക്കാലത്തെ കളിച്ചിരികളും സ്കൂൾ വിദ്യാഭ്യാസവും അല്ലെ, കവിത എഴുതാനുണ്ടായ സാഹചര്യവും, പാട്ടുപാടാൻ തുടങ്ങിയ കാലഘട്ടവും, അങ്ങനെ ഒരുപാട്. പിന്നെ വിവാഹ ജീവിതം, കുട്ടികൾ, അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനാണ് ശ്രീമതി മാലിനി രമേശ് ഇവിടെ എത്തിയിട്ടുള്ളത്. മാലിനി രമേശ് കൂടുതൽ ഗാനമേള വേദികളിലൊന്നും കൂടുതൽ പങ്കെടുത്തിട്ടില്ല. ഞാനൊരു വലിയ ഗായികയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പാട്ട് പാടാനുള്ള അടങ്ങാത്ത ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടന്ന് കൊച്ചു കൊച്ചു പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ നമ്മുടെ പത്മരാഗത്തിൽ എത്തിയിരിക്കുകയാണ്. മാലിനി പത്മരാഗത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാനൊരു വലിയ ഗായികയൊന്നുമല്ല, എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ പാടാൻ ശ്രമിക്കാം. ഈ പത്മരാഗം മ്യൂസിക്സിൽ തനിക്കും ഒന്ന് പങ്കെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ മാലിനിയെ നമ്മൾ പത്മരാഗം മ്യൂസിക്സിലേക്ക് വിളിച്ചിരിക്കുകയാണ്. മാലിനി, കുട്ടിക്കാലത്തെ കുറിച്ചൊന്ന് പറയുമോ? കരുമാടി പ്രദേശത്തെ കുട്ടിക്കാലം. കരുമാടിയെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കരുമാടിക്കുട്ടനാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അവിടെ കരുമാടി അറിയപ്പെടാനുള്ള ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ്റെയാണ്. അതിന് അപ്പുറേ ഇപ്പുറയായിട്ട് കാമപുരത്ത് കാവി ക്ഷേത്രം. കരുമാടിക്കുട്ടന്റെ ആ ബുദ്ധ വിഗ്രഹം പകുതി കയ്യേ ഉള്ളൂ പ്രതിമയ്ക്ക്. അത് പണ്ട് അമ്മുമ്മയൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആന കുത്തി, അന്ന് ഈ ക്ഷേത്രമായിട്ടൊന്നും ഇല്ലായിരുന്നു, ബുദ്ധ പ്രതിമ മാത്രമായിരുന്നു. തോട്ടിൽ നിന്നാണ് ആ പ്രതിമ കിട്ടിയത്. പണ്ട് ബുദ്ധ സന്യാസികളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അമ്മുമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു കൈ ആയിട്ട് മാറിയത് ആന കുത്തിയിട്ടാണ് ഒരു കൈ പോയതെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. പിന്നെ അപ്പുറം ഇപ്പുറയും 2 ക്ഷേത്രങ്ങളുണ്ട്, കാവിൽ, കാമപുരത്ത്. പിന്നെ ഒരു കളത്തട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ഭംഗി. അവിടെയൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലും ഒക്കെ ആൾക്കാർ വന്നിരിക്കും. പിന്നെ മെയിനായിട്ടുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത് കാമപുരത്ത് ക്ഷേത്രത്തിന്റെ വാതിൽക്ക് ഒരു കൽവിളക്കുണ്ട്. അത് ചലിക്കുന്ന കൽവിളക്ക്. അത് എല്ലാവർക്കും അറിയാം, ചലിക്കുന്ന കൽവിളക്ക്. അതിന്റെ ശാസ്ത്രം എന്താന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അതെന്താന്ന്. പിന്നെ അമ്മമ്മ പറഞ്ഞത് തീവെട്ടിക്കൊള്ളക്കാര് പണ്ട് ഉണ്ടായിരുന്നു. അവര് വന്നപ്പം അവിടുത്തെ പൂജാരി സ്വർണ്ണ കൊടിമരം ഉണ്ടായിരുന്നു. അതെടുത്ത് കുളത്തിലോട്ടിട്ടു. അത് പിന്നെ തപ്പിച്ചെന്ന് നോക്കിയപ്പോൾ കിട്ടിയില്ല. അത് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ കൽവിളക്ക് യക്ഷിയമ്പലമുണ്ട്. യക്ഷിയമ്പലത്തിന്റെ വാതിക്കലോട്ട് ആ കൽവിളക്ക് നീങ്ങി വരും. ആ നേരെ വരുമ്പോൾ കിട്ടും. ഇതൊക്കെ ഒരു ഐതിഹ്യ കഥകളാണ്, അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാണ്. ഒരുപാട് കഥകളൊക്കെ അറിയാല്ലേ? കരുമാടിക്കുട്ടനെ കുറിച്ചുള്ള ചരിത്രങ്ങളെല്ലാം ബൈഹാർട്ടാണല്ലേ? അതെ. കരുമാടി പ്രദേശത്തുകാർക്കെല്ലാം ആ കഥകളൊക്കെ അറിയാൻ പറ്റും. വേറെന്തൊക്കെയാ അവിടെ വിശേഷങ്ങള്? കുട്ടിക്കാലം കഞ്ഞിയും കൂട്ടാനും കളി. പിന്നെ ഓണക്കാലത്താണ് നല്ല രസകരമായിട്ടുള്ള കളികളൊക്കെ ഉള്ളത്. അതായത് ഇപ്പൊ ആ കളികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതേക്കുറിച്ചൊന്നും അറിയത്തില്ല ശരിക്കും പറയാം. നമ്മുടെ കാലത്തെന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ ഓണക്കളികള്
തുമ്പിതുള്ളല്, പിന്നെ കൊടമൂത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു വീട് കേന്ദ്രീകരിച്ചാണ് പണ്ട് ഇങ്ങനെ ഓണപരിപാടി. ആ വീട്ടിൽ വെച്ചിട്ട് എല്ലാരും കൂടെ കൂടി ഇതുപോലുള്ള കളികള്. പിന്നെ മെയിനായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കും. ഇപ്പോഴാണ് റെഡിമെയ്ഡ് ഓണമൊക്കെ ആയത്. ഇപ്പൊ ആരും വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരുപാട് കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി കൂട്ടുകാർ. കുളിച്ച് തോട് അങ്ങനെയൊക്കെയുള്ള തോട്ടിലൊക്കെ പോയി കുളിക്കുമായിരുന്നു. നല്ല കുട്ടിക്കാലമായിരുന്നു. കിട്ടാത്തൊരു ഭാഗ്യം നമ്മുടെ തലമുറയ്ക്ക് കിട്ടി. പണ്ടത്തെ ഓണക്കളികളെ കുറിച്ചൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തില്ല. ഓണക്കളി അന്നൊക്കെ ഊഞ്ഞാലാട്ടോ മെയിൻ. എല്ലാ വീട്ടിലും ഊഞ്ഞാല് കെട്ടും. എനിക്കും അങ്ങനെ ഊഞ്ഞാല് കെട്ടി തരുമായിരുന്നു. വീടിന്റെ ഫ്രണ്ടിൽ ഒരു പുളിമര, അതിൽ ഇതിന് ഊഞ്ഞാല് കെട്ടും. പിന്നെ അടുത്തുള്ള ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യരൊക്കെ തമ്മിൽ നല്ല ബന്ധമായിരുന്നു ആ സമയത്ത്. നല്ല എല്ലാ പരിസരത്തെ വീട്ടുകാരും ഒരു വീട്ടിൽ ഒരു വലിയ ആലാത്ത് അല്ലെങ്കിൽ ഊഞ്ഞാലിലാണ് ആലാത്തെന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ അത് ഒലക്കയായിരിക്കും. നമ്മൾ ഇരിക്കാനൊക്കെ ഒലക്കയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് തള്ളിത്തരാനും കൈകൊട്ടി കളിക്കാനോ. അപ്പൊ ഒരുപാട് ആ പരിസരത്തുള്ള വീട്ടമ്മമാരെല്ലാം കുട്ടികളെല്ലാം ഒരു സ്ഥലത്ത് കൂടി എത്ര ഐക്യത്തോടായിരുന്നു അല്ലെ അന്നത്തെ ഒരു കാലം. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടി മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ, ഒരു പന്തു വേണോ. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടി മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ, ഒരു പന്തു വേണോ. ഓണം എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പം അല്ലേ? ഒരുപാട് സ്നേഹം വാരിക്കോരി ചെറിയുന്ന ഒരു കാലഘട്ടമാണ് ഓണം അല്ലേ? അപ്പൊ നമുക്കിപ്പോ ഓണം വരികയാണ്. അതിനു മുമ്പായിട്ട് പ്രകൃതി നമ്മളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് അല്പം കുറഞ്ഞു വരുന്നൊരു മഴയൊക്കെ അല്പം കുറഞ്ഞു വരുന്നൊരു സമയമാണ്. എങ്കിലും ഒരുപാട് കഷ്ടതകൾ നമ്മളുടെ സഹോദരങ്ങൾ അനുഭവിച്ചു. അവർക്കെല്ലാം എത്രയും വേഗം ആശ്വാസം ലഭിക്കട്ടെ. സ്കൂൾ പഠനകാലത്ത് തന്നെ പാട്ടിനോട് ഒരു വല്ലാത്ത ഇഷ്ടമായിരുന്നു അല്ലേ? ഇഷ്ടമായിരുന്നു. അന്നൊക്കെ മൂളിപ്പാട്ട് പാടിയായിരുന്നു, സ്കൂളിലൊക്കെ പാടുമായിരുന്നു. സ്കൂളിൽ ഈ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിലുള്ള ആ പരിപാടിക്ക് അത് ഇച്ചിരി മുതിർന്ന കുട്ടിയായതിനു ശേഷമാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പാടാനായിട്ട് തുടങ്ങിയപ്പോൾ പിന്നെ എവിടുന്നൊക്കെയോ കൂവ് കിട്ടിയത് കൊണ്ട് അന്നോ അറച്ചുപോയി. അതിനുശേഷം പിന്നെ പാടിയിട്ടില്ല. പിന്നെ പാടുന്ന വീട്ടിലിരുന്ന് ഇങ്ങനെ പാടും. പിന്നെ അമ്മ പാടുമായിരുന്നേ. അമ്മയുടെ താരാട്ട് പാട്ടാണ് ആദ്യം നമ്മളെ ഒരു പാട്ടിന്റെ അതിലോട്ട് കൊണ്ടുവന്നത്. ഓർക്കുന്നുണ്ട്. പാട്ടുപാടി ഉറക്കം ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ആ മോള. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ. അമ്മയുടെ താരാട്ടുപാട്ട് കേട്ടപ്പോൾ കുട്ടിക്കാലത്തേക്ക് എൻ്റെ ഓർമ്മകളും പോയി. വളരെ നന്നായിരുന്നു. മാലിനി അപ്പോൾ സ്കൂൾ കാലങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് അല്ലെ എടുത്തോ അല്ലേ? അവിടെ കോളേജിലൊക്കെ പാടുമായിരുന്നു? ഇല്ല, പാടത്തില്ലായിരുന്നു. അവിടെ നാണമായിരുന്നു. നാണം കൊണ്ട് എങ്ങും പാടത്തില്ലായിരുന്നു. പാട്ടല്ലാതെ വേറെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ പഠിക്കാനുള്ള ആഗ്രഹം വീട്ടിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞ് എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ്. അപ്പോഴാ ഒരു ബന്ധു വന്നപ്പോഴത്തേക്ക് ഞാൻ കരയുന്ന കണ്ടിട്ട് പുള്ളി കൊണ്ടുപോയി ചേർക്കാൻ വേറൊരു ബന്ധു ഡാൻസ് രമേശൻ എന്ന് പറയുന്ന ഒരു അണ്ണൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പം പിന്നെ അവിടോട്ട് വെറ്റിലയും പാക്കും ഒക്കെ ആയിട്ട് എന്നെയും കൊണ്ട് പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോ കാണുന്നത് സ്റ്റെപ്പ് തെറ്റിച്ചതിന് ചൂരലിന് നല്ല അടി കൊടുക്കുന്നതാ കാണുന്നത്. അവിടുന്ന് ഓടിയ ഓട്ടം ഞാൻ നേരെ വീട്ടിൽ ചെന്നത്. പിന്നെ ആ മോഹം ഉപേക്ഷിച്ചു. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ എല്ലാരും ഡാൻസ് ഒക്കെ കളിക്കുന്നത് കാണുമ്പോ ഭയങ്കര ഒരു ആഗ്രഹം. അന്ന് പഠിക്കേണ്ടതായിരുന്നു, നഷ്ടമായി പോയി എന്നൊരു തോന്നലുണ്ട്. പഠിക്കുന്ന സമയത്ത് പഠിക്കണം. കുഴപ്പമില്ല, ഈ പ്രായത്തിലൊക്കെ ആൾക്കാർ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ഇന്റർവ്യൂവിൽ വന്ന ശ്രീമതി ബീന ജയൻ 35 വയസ്സ് കഴിഞ്ഞാണ് ഡാൻസ് പഠനം ആരംഭിച്ചത്. അപ്പൊ അതൊന്നും ഒരു
വിഷയമല്ല, പ്രായം ഒരു നമ്പർ മാത്രമാണ് അതെ അല്ലെ. നമ്മൾ പഠനം എപ്പോഴും തുടരാം, ഇനിയും പഠിക്കാൻ അവസരമുണ്ട്. പഠിക്കണം. നല്ലൊരു ഡാൻസറായിട്ട് നമ്മുടെ പത്മനാഭത്തിന്റെ വേദിയിൽ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാം. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. നാടാകെ നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന്, കൊടുങ്കാടാണ് കരളിലെന്ന്. ഞാനൊന്നു കേറിയപ്പോൾ നീലക്കോയിലിന്റെ കൂടാണ് കണ്ടതയ്യാ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യാ. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 30 വർഷത്തിന് മേലായി. വർഷമായി അല്ലേ? ഇച്ചിരി ചെറിയ പ്രായത്തില് കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞു അല്ലേ? മുറച്ചെറുക്കനായിരുന്നു അല്ലേ? മുറച്ചെറുക്കന്. രമേഷിന് പാട്ട് പാടാനൊക്കെ അറിയോ? രമേശ് ചെറുതായിട്ടൊക്കെ പാടും. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടുതലും രമേശാണ്. എന്നെ ഈ പാട്ടിലേക്ക് ഞാൻ മടിച്ചിരിക്കുമ്പോഴൊക്കെ ബന്ധുക്കളുടെ ഓരോ ചടങ്ങൊക്കെ വരുമ്പോഴും പറയും, ഒരു കൈ നോക്കുന്നോ പാട് എന്നൊക്കെ പറയും. നല്ല സപ്പോർട്ടാ. അപ്പൊ എനിക്ക് ആ ഒരു നാണവും ഒരു സ്റ്റേജ് ഫിയർ ഉണ്ട്, വിറവലും ഒക്കെ. അപ്പം പിന്നെ പുള്ളി തന്നെ അത് മടുത്ത്. പിന്നെ മക്കള് 2 പേര്. എത്ര നാളായി പാട്ടൊക്കെ പാടാൻ തുടങ്ങിയിട്ട്? പാട്ട് വേദികളിൽ പാടാൻ തുടങ്ങിയിട്ട് നമ്മുടെ വാർഡ് ഇലക്ഷൻ പ്രമാണിച്ചാണ് പാടാൻ തുടങ്ങിയത്. എനിക്ക് പാടാനായിട്ട് എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് രമേശ്. അതിനോടൊപ്പം തന്നെ മോഹനേന്ദ്രൻ സാറ്, പിന്നെ ഷാജിമോൻ ദേവസ്യ ചേട്ടൻ ഇവിടെ പത്മരാഗത്തിൽ വന്നിട്ട് പോയതേ ഉള്ളൂ. അപ്പം ചേട്ടൻ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനെ, കൊച്ചിലേട്ട് അവർ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പം ഷാജിമോൻ ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ് എനിക്ക്. അപ്പം ഞാൻ പാടുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി തരാനും ഒക്കെ ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, സന്തോഷ് സൂര്യ ചേട്ടൻ. ഇന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ പാട്ട് പഠിക്കണം, പാട്ട് പഠിച്ചാൽ നിങ്ങൾ വേറൊരു ലെവലിലാകും. പിന്നെ ത്രിവേണി വായനശാല എന്നെ പാടിപ്പിക്കുന്ന പിന്നെ ശ്രീ വിജയപ്രസാദ് ചേട്ടനും നല്ല ഫുൾ സപ്പോർട്ടാണ്. ഈ അവസരത്തിൽ ഞാൻ ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. മാലിനി അവിടെ ഒരു വായനശാലയിൽ സ്ഥിരമായി പ്രോഗ്രാം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. ആലപ്പുഴ ചാത്തനാട് ത്രിവേണി വായനശാല. ആ വായനശാലയിൽ എല്ലാ മാസവും 28-ാം തീയതി വയോജന സംഗമം നടത്താറുണ്ട്. അപ്പം 80ഓളം അമ്മമാരുണ്ട് അവിടെ. ആ അമ്മമാര് അച്ഛന്മാര് കുറച്ചു പേരെ കാണത്തുള്ളൂ, അമ്മമാരാ കൂടുതൽ വരുന്നത്. അപ്പൊ അവിടെ എല്ലാ മാസവും 28-ാം തീയതി ഞാൻ അമ്മമാർക്ക് പാടിക്കൊടുക്കാൻ വേണ്ടി പോവും. അമ്മമാരുടെ സന്തോഷം കാണണം. പാടുമ്പോഴും അമ്മമാരും പാടും കേട്ടോ, എല്ലാവരും അമ്മമാരും പാടും. പിന്നെ സാറിന്റെ ചേട്ടൻ മോഹനേന്ദ്ര സാറും അവിടെ എല്ലാ മാസവും വരും. ഞങ്ങള് 2 പേരും പിന്നെ അമ്മമാരും പാടും. ഭയങ്കര ഒരു സന്തോഷം അവിടെ, അമ്മമാരുടെ സന്തോഷം കാണണം. നമ്മൾ പാടിയൊക്കെ കഴിയുമ്പോൾ അടുത്ത് ഓടി വന്നേച്ചും കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ട് മോളെ കൊള്ളാം, നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എവിടെ നമ്മൾ വലിയൊരു അവാർഡ് പോലെ കിട്ടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇതാണ് അമ്മമാരുടെ ഇത്. അപ്പം ഭയങ്കര സന്തോഷം. അത് എല്ലാ മാസവും ഞാൻ പോകും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജയപ്രസാദ്. ആലപ്പുഴയിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ത്രിവേണി വായനശാലയുടെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ വായനശാലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 21 വർഷക്കാലമായി ആരംഭിച്ചു വന്ന ഏറെ ശ്രദ്ധയേറുന്ന ഒരു പരിപാടിയാണ് വയോജന സംഗമം. നമ്മുടെ പ്രദേശത്തെ 65 വയസ്സിന് മുകളിൽ പ്രാഞ്ചുന്ന അച്ഛനമ്മമാരുടെ മാനസിക എൻജോയ്മെന്റിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് വയോജന സംഗമം. ഈ പരിപാടിയിൽ ആലപ്പുഴയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ കലാകാരന്മാർ പങ്കെടുത്ത് അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാനും അവരെ ചിരിപ്പിക്കുവാനും ഏറെ ശ്രദ്ധയുള്ള ഈ പരിപാടിയിൽ ഈ അടുത്ത കാലത്തായി സംഗമത്തിലേക്ക് കടന്നു വന്ന ഒരു കലാകാരിയാണ് മാലിനി. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ മനസ്സ് കീഴടക്കാൻ മാലിനി എന്ന കലാകാരി കഴിഞ്ഞിട്ടുണ്ട്. ഈ കലാകാരിയെ എല്ലാവിധ പ്രോത്സാഹനവും നൽകേണ്ടത് കലയെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും കടമയാണ്. അതിനുള്ള എല്ലാ പ്രാർത്ഥനയും
ഈ അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞു. മാലിന്യയ്ക്ക് ത്രിവേണി വായനശാലയുടെയും വയോജന സംഗമത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനവിടെ വന്നിട്ടുണ്ട്. സാറ് അവിടെ പിന്നെ അമ്മമാർ എന്നോട് പറഞ്ഞു, സാർ അവിടെ ചന്ദ്രദാസ് സാറാണ് ആദ്യമൊക്കെ അവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്നത്, സാറിപ്പോൾ ഒത്തിരി തിരക്കുകളൊക്കെ ആയിട്ട് ഇപ്പോൾ വരുന്നില്ല, ഇപ്പൊ പിന്നെ ഞങ്ങളാണ് അത് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷമാണ്. അവിടെ ഈ ആലപ്പുഴ ഈ ത്രിവേണി വായനശാലയിൽ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. അത് നയിക്കുന്നത് ശ്രീ വിജയപ്രസാദ്, ശ്രീ ഷാജി എല്ലാവരും കൂടിയാണ്. അവരുടെ ഫാമിലിയൊക്കെ അതിന് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാ 28-ാം തീയതിയും എന്ത് തിരക്കുണ്ടെങ്കിലും ജോലിയുള്ളപ്പോഴും ഒക്കെ അവിടെ കൃത്യമായിട്ട് പോകുമായിരുന്നു. ആ അമ്മമാരുമായിട്ട് കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ കിട്ടുന്നൊരു പുണ്യമാണ് സത്യം പറഞ്ഞാൽ. വളരെ സന്തോഷമാണ്. അപ്പം മാലിനിയും അവിടെ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് എല്ലാ മാസവും 28-ാം തീയതി അമ്മമാർക്ക് ഇന്ന് 2 പാട്ടൊക്കെ പാടിക്കൊടുക്കും. മുണ്ടോക്ക് വാർഡിലെ നല്ലൊരു പാട്ടുകാരിയാണ് മാലിനി രമേശ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ഇടയായിട്ട് വയോജന സംഗമത്തിൽ സ്ഥിരമായിട്ടും മാലിനി പാട്ട് പാടുകയും തനിയെ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുകയും വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുകയും അത് പാടി മാധ്യമങ്ങളിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും അഭിനന്ദനങ്ങളും മാലിനിയോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയും. സ്കൂൾ പഠനകാലത്തൊക്കെ കവിതകളൊക്കെ രചിക്കുമായിരുന്നു അല്ലേ? ചെറിയ രീതിയിലൊക്കെ എഴുതുമായിരുന്നു. അത് പക്ഷെ ആരും കാണാത്ത രീതിയിലൊക്കെ, ആരും കണ്ടിട്ടില്ലത്. ക്ലാസ്സിൽ കവിതയൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു? ക്ലാസ്സില് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ചങ്ങമ്പുഴയുടെ ഒരു കവിത ഉണ്ടായിരുന്നു, കാവ്യ നർത്തകി. അത് നമ്മൾ എല്ലാരെ കൊണ്ടും സാറൊക്കെ പാടിപ്പിക്കുമായിരുന്നു. മലയാളം അധ്യാപകൻ രഫക്കുട്ടൻ സാറായിരുന്നു സാറ്. അപ്പം എല്ലാരെ കൊണ്ട് അത് ഒരു ഈണത്തിൽ പാടണമല്ലോ, അപ്പൊ അത് പാടുമായിരുന്നു. ഇല്ല, മത്സരത്തിനും അങ്ങനെ ഒരു മത്സരത്തിനും ചേരത്തില്ലായിരുന്നു. കനകച്ചീലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കോലുങ്ങി കോലുങ്ങി കടമീഴി കോണുകളിൽ നൃത്തം മായങ്ങി കതിരോതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. ആദ്യമായിട്ട് ഒരു പാട്ട് പാടാനായിട്ട് സ്റ്റേജിൽ കയറുന്നത് എനിക്ക് ഒരു 6 or 7 വയസ്സുള്ളപ്പോഴാണ്. അപ്പം പാട്ടിന് പേര് കൊടുത്തു. ഇപ്പൊ 3 ആങ്ങളമാരും അവിടെ പഠിക്കുന്നുണ്ടേ. അപ്പൊ പാട്ടിന് പേര് കൊടുത്തു, പേര് വിളിച്ചു. ഞാൻ മഞ്ഞണിക്കൊമ്പിൽ എന്നുള്ള പാട്ടാ പഠിച്ചു. അതെ. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താണിരുന്നലിയാടിടുന്നൊരു സുമംഗലിക്കുരുവി ഇണയവിടെ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ. ആ പാട്ടാ പഠിച്ചു വെച്ചത്. അപ്പൊ ഞാൻ അത് പാടാനായിട്ട് സ്റ്റേജിലോട്ട് കയറി. കൊച്ചല്ലേ, 6 or 7 വയസ്സ് കാണും. കയറി ടേബിൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം കയറി നിന്നേച്ചും ടേബിളിൽ ഇങ്ങനെ ഒരസിക്കൊണ്ട് മഞ്ഞണിക്കൊമ്പിൽ ഈ കൈ ഇങ്ങനെ അനങ്ങുന്നത് കൊണ്ട്. അപ്പം ശർമ്മ സാർ, അമ്പലപ്പുഴയിലെ ഒരു സാറുണ്ട്, ശർമ്മ സാറ് പെട്ടെന്ന് കൈ കയറി പിടിക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും അങ്ങനെ ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ആങ്ങളമാരൊക്കെ കൂടിയാണെന്ന് തോന്നുന്നു കൂവി. അന്നത്തേതോടുകൂടി പാട്ട് നിർത്തി ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് നൃത്തം പഠിക്കാൻ പോയതാണ് നമ്മുടെ ഒരു ബന്ധുവിന്റെ അടുത്ത്, രമേശൻ എന്ന് പറയുന്ന ഒരു അണ്ണന്റെ അടുത്ത്. വീട്ടിൽ കിടന്ന് ഇങ്ങനെ ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഒരു നമ്മുടെ ബന്ധു തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊണ്ടുപോകാൻ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വെറ്റിലേയും ബാക്കി ഉൾപ്പെടെ എല്ലാം മേടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ചെല്ലിപ്പോ കാണുന്നത് സ്റ്റെപ്പ് തെറ്റിച്ചതിന് പുള്ളിക്കാരൻ ചൂരലിന് അടിക്കുന്നതാ കാണുന്നത്. ആ അടി കണ്ടപ്പോ ഓടിയ ഓട്ടം വീട്ടിൽ ചെന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യും. അതെ, ആദ്യമായിട്ടൊരു പാട്ട് പാടിയപ്പോ അവിടെ പോയി. അതോടുകൂടി അതെ, കവിത ചൊല്ലൽ ആ ഒരു കവിതയോടുകൂടി അവിടെയും തീർന്നു. എങ്കിലും ഇപ്പോൾ കവിത രചന തുടരുന്നുണ്ട്, പാട്ടും തുടരുന്നുണ്ട്. നൃത്തം അവിടെ അന്ന് അവസാനിച്ചു. ആ ചൂരൽ വടിയാണ് മാലിനിയുടെ നൃത്തം നിർത്തിച്ചത്. നൃത്തം ഇനിയും പഠിക്കാം കേട്ടോ. ബീനയുടെ അടുത്ത് പോകാം. ശ്രീമതി ബീനാജയന്റെ നൃത്തമൊക്കെ കണ്ടില്ലേ? മുറച്ചിറക്കനായ ഹസ്ബൻഡ് രമേഷുമായിട്ട് പ്രണയവിവാഹമായിരുന്നു അല്ലേ? അതെ. എത്ര മക്കളുണ്ട്? 2 മക്കള്. അവരെന്ത് ചെയ്യുന്നു? 2 ആൺകുട്ടികളാണ്. മൂത്ത മോൻ മിഥുൻ,
മോൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്, ടാലിയൊക്കെ ഇച്ചിരി പഠിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് കുറെ സ്ഥാപനങ്ങളിലൊക്കെ നിന്ന് നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകാഞ്ഞുകൊണ്ട് ഇപ്പം അതെല്ലാം വിട്ടിട്ട് PSC കോച്ചിങ്. കലാപരമായ കഴിവുകളില്ലേ? പാടുമെങ്കിലും അവര് വീട്ടിലിരുന്ന് ഇങ്ങനെ, മോനെയാണേലും സ്റ്റാർ മേക്കറിലൊക്കെ ഇങ്ങനെ പാടും. ഇളയത് മാധവ്, മോൻ DCVയിൽ പഠിച്ചിട്ട് പിന്നെ ടെക്നോ പാർക്കിന്റെ ബിൽഡിംഗ് കഴക്കൂട്ടത്തുണ്ടാക്കുന്നു. ജോലിക്കിടയ്ക്ക് ആണ് ഈ സംഗീതമൊക്കെ അല്ലേ? അതെ. മാലിനിയുടെ ഒരു കവിത നമുക്കൊന്ന് കേട്ടാലോ? ഏത് കവിതയാ ചൊല്ലാൻ പോകുന്നത് പ്രേക്ഷകർക്കായി? അനിൽ പനച്ചൂരാൻ സാറിന്റെ വലയിൽ വീണ കിളികൾ. വലയിൽ വീണ കിളികളാണ്. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. കുട്ടിക്കാലത്തൊക്കെ ചെറുതായിട്ട് പാടുമെങ്കിലും പാട്ടിനോട് കൂടുതൽ അഭിരുചി വന്നത് എപ്പോഴാണ്? കൂടുതൽ നമുക്ക് കോവിഡ് കാലത്ത് എല്ലാം ലോക്ക്ഡൌൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പൊ വീട്ടിലിരിക്കുമല്ലേ എല്ലാവരും, അപ്പോഴാണ് കൂടുതലും പാട്ടിലേക്ക് ഞാൻ പോയത്. അന്നേരം നമുക്ക് എല്ലാവരും സ്റ്റാർ മേക്കറൊക്കെ ആയിട്ട് കരോക്കെ ഒക്കെ ആയിട്ട് പാടാൻ തുടങ്ങിയപ്പം അങ്ങനെ പാടി തുടങ്ങിയ. അങ്ങനെ 1000-നടുത്ത് പാട്ടുകൾ സ്റ്റാർ മേക്കറിൽ പാടിയിട്ടിട്ടുണ്ട്. അതെ. പക്ഷെ അതെ, അപ്പൊ അതിനോട് നമുക്ക് ഒരു ഗുണമുണ്ടായി. ഈ പാട്ടിന്റെ നന്നായിട്ട് നമുക്ക് പഠിക്കാനും, അത് ഈ കരോക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പഠിക്കാൻ ശീലിച്ചത് ശരിക്കും അങ്ങനെ. അതെ അതെ അതെ, പാട്ട് ഭയങ്കര ജീവനാ. അപ്പോൾ നമ്മൾ മാലിനിയുടെ കുറച്ച് ഗാനങ്ങൾ കേട്ടു, മാലിനിയുടെ കൊച്ചു വിശേഷങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇത്രയും നേരം പത്മരാഗ മ്യൂസിക്സിൽ വന്ന് നല്ല നല്ല ഗാനങ്ങളൊക്കെ പാടിത്തന്ന്, കവിതകളൊക്കെ ചൊല്ലിത്തന്ന് നമ്മളെ സന്തോഷിപ്പിച്ച മാലിനിക്ക് പത്മരാഗ മ്യൂസിക്സിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പത്മരാഗം മ്യൂസിക്സിൽ വന്ന് എൻ്റെ കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും എൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ നിങ്ങളെ കേൾപ്പിക്കാനും എനിക്ക് അവസരം തന്ന പത്മരാഗം മ്യൂസിക്സിൻ്റെ സാരഥി ചന്ദ്രദാസ് സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. മ്യൂസിക്സിനെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും. സാറിന് വേണ്ട ഫുൾ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം. പത്മരാഗത്തിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടും കേട്ടും അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സാറിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുക. മാലിനി രമേശിന് കൂടുതൽ ഗാനങ്ങൾ ആലപിക്കാൻ ഈശ്വരന് ഇടവരുത്തട്ടെ, സംഗീതം പഠിക്കാൻ ഇടവരുത്തട്ടെ, നല്ലൊരു ഗായികയായി അറിയപ്പെടട്ടെ. എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇത്രയും നേരം ഈ എപ്പിസോഡ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും പത്മരാഗ മ്യൂസിക്സിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പത്മരാഗ മ്യൂസിക്സിൻ്റെ ഓരോ വീഡിയോസിനും നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഓരോ വീഡിയോസിനും നൽകിയ എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഓരോ വീഡിയോസിനും ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്മകൾ നേരുന്നു.